ഈശ്വരവിശ്വാസം എന്തുകൊണ്ടും നല്ലതെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലെ നമ്മളെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹായ് ഈശ്വരവിശ്വാസം, അതായത് വീട്ടിൽ നിന്ന് മോനെ നീ നല്ല ചെയ്തില്ലെങ്കിൽ കേട്ടോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവും. നരകത്തിൽ പിന്നെ അവിടെ പുഴുക്കളുണ്ട്, അട്ടകളുണ്ട്, ഇതൊക്കെ നമ്മളെ കാണില്ല, മൂക്കിൽ ഇങ്ങനെ വരും. സ്വർഗത്തിൽ പോയാൽ അവിടെ പാലും പഴവും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും എന്ന് പറയും. അപ്പോൾ അത് പേടിച്ച് ആ ഒരു പേടി ചെറുതിലേ ഇങ്ങനെ വന്നതുകൊണ്ട് വലുതാകുമ്പം ബടി ബാ ഇനി ഞാനിവിടെയാണ്. അപ്പോൾ എനിക്ക് കുറേ കുഞ്ഞു ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. വാ ഓടിയാ, ഇനി വാ കാണിച്ചു തരാം. വാന്ന് മൂന്നാളും വന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കട്ടെ. വാടാ എൻ്റെ ഒരു എൻ്റെ കുഞ്ഞാവയാ. ഞാൻ ഒരു വയസ്സിന് മുന്നേ എൻ്റെ കൈ കുട്ടിയിട്ടുള്ളതാ അല്ലേ. അയ്യോ അതൊന്നും തുടരുന്നുണ്ട്, എൻ്റെ ഇത് ടാറ്റൻ്റെ സാധനങ്ങളാ. കുഞ്ഞിപ്പെണ്ണെ എന്നെ ഇഷ്ടമാണോ? പറഞ്ഞു കൊടുക്ക്. ഇഷ്ടമാണോ? എത്ര ഇഷ്ടമാണ്? ആ അവള് എൻ്റെ കൂടെ വന്നാൽ ആര് കഴിച്ചാലും അവള് പറയും എൻ്റെ അമ്മയാന്ന് പറഞ്ഞോളൂ. എന്നെ ഇഷ്ടം, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ അപ്പം ഞാൻ പറയാം, അതെൻ്റെതാ, നീ തലയിൽ വെച്ചോ നിനക്ക് എന്തെന്നാലും പൊട്ടിക്കൂലേ. പിന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു പേടിയുള്ളതുകൊണ്ട് എന്താക്കുമെന്നറിയാം, അവർ വലുതാകുമ്പോഴും അതിലിരിക്കും. വലുതാകുമ്പോഴും കുറേ കൂടെ വലുതാകുമ്പോൾ അവർ വിചാരിക്കും വേണ്ട, ചിലപ്പോൾ ഇനി അത് സത്യമാണെങ്കിലും പാരൻസ് പഠിപ്പിച്ചതല്ലേ വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്നും അത് മതവിശ്വാസങ്ങളൊന്നും ഉള്ളിലില്ല, വിശ്വാസം കുറവാണ്. ഞാനും ചെറുതിൽ വിചാരിച്ചിട്ടുണ്ട് വലുതാകുമ്പോൾ ഇതൊക്കെ ഒന്ന് എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന ഇതൊക്കെ വലുതാകുമ്പോൾ എനിക്കിതൊക്കെ ഒന്ന് വിട്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്തോ ഉള്ളിൽ പേടിയാണ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എനിക്കൊന്ന് മുസ്ലിംസിൽ അവരെ കുട്ടികളെയൊക്കെ പള്ളിയിൽ വിട്ടിട്ട് അവർ ചെറുതിലേ പഠിപ്പിക്കുന്ന ആ ഒരു പേടിയൊക്കെ ഉണ്ട് അവർക്ക്. കുറേ ഇന്ന ചെയ്താൽ ഇതായി പോകും. പിന്നെ അവർ 5 നേരത്തെ നിസ്കാരം, ഒരു കണക്കിന് അതൊക്കെ നല്ലതാണ്. നമ്മൾ ഇല്ലാത്തത് ക്രിസ്ത്യൻസിലും അതെ, അവർ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അവരെ കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നു, ഇതുണ്ട്. പക്ഷെ ഇല്ലാത്ത നമ്മൾ ഹിന്ദുക്കളിൽ മാത്രമേ ഉള്ളൂ. ഒരു ക്ലാസ് ഇല്ല, പിന്നെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. കൊണ്ടുപോയാൽ നിന്നെ അടിച്ച് ശരിയാക്കൂടാ. വള്ള കുറുക്ക കുപ്പി എടുത്തു, അതിങ്ങി താടാ, ഞാൻ ചെവിയിൽ എൻ്റെ തലയിലേക്ക് ഇട്ട് അതിങ്ങി താടാ എൻ്റെ സാധനം ഇട്ടാ. ഇതൊന്ന് തലയിൽ വെച്ച് ഇപ്പം തൽക്കാലം നീ വെച്ചോ, അതെടുത്തോ, നീ സ്വന്തമായിട്ട് എടുത്തോ, എനിക്കത് വേണ്ട, നീ അത് സ്വന്തമായിട്ട് എടുത്തോ, വീട്ടിൽ കൊണ്ടിരിക്കാം, അത് നീ സ്വന്തമായിട്ട് എടുത്തോ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ മതവിശ്വാസങ്ങൾ പഠിപ്പിക്കണം. നമ്മുടെ ഹിന്ദുസിലില്ലാത്തത് അതാണ്. ഹിന്ദുക്കൾ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. എന്താണ് മനുഷ്യധർമ്മങ്ങളെന്നും ഇതെല്ലാം പഠിച്ചിട്ട് കുശുമ്പും കുന്നായ്മയും അസൂയയും മറ്റുള്ളവർ ദ്രോഹിക്കലും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതുങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുങ്ങളൊന്നും ജന്മത്തിൽ നന്നാവില്ല. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുങ്ങളൊന്നും ജന്മത്തിൽ നന്നാവില്ല. നമ്മളോട് ഇങ്ങനെ കാണിക്കുമെങ്കിൽ അവരവരുടെ പാരൻസിനോട് ലച്ചൂത അതിനകത്തോട്ടേക്ക് അവരവരുടെ പാരൻസിനോട് അത്ര കാണിക്കും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. വീട്ടിലുള്ളവരെയൊക്കെ ഭരിച്ച് കിട്ടുന്നതുകൊണ്ടായിരിക്കണം നാട്ടിൽ കിടക്കുന്നവരോടും വഴക്കിടാൻ വരുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ മതങ്ങൾ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ കുറ്റം പറഞ്ഞ് പഠിപ്പിക്കാതെ നമ്മുടെ മതം മുന്നേ ഇങ്ങനെ ദൈവം എന്നുള്ളൊരു ശക്തിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ദൈവം എന്നുള്ളൊരു ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ തെറ്റുകൾ ചെയ്യാണ്ടിരിക്കുക, ആരെ വേദനിപ്പിക്കാണ്ടിരിക്കുക. നമ്മളെങ്കിൽ അത് നരകത്തിൽ പോകും എന്നുള്ളൊരു പേടി അവരെ ഉള്ളിൽ വെക്കുക. നരകവും സ്വർഗവും എന്നുള്ളൊരു ടോപ്പിക്ക് കൊടുക്കാൻ അതിന് ചെറുതിലേ ആ ഒരു പേടി വരുമ്പോൾ വലുതാകുമ്പോഴും ഇപ്പോഴും സത്യം പറയാം എനിക്ക് പേടിയാട്ടോ. പിന്നെ അപ്പോൾ ആ ഒരു ഇത് ഉള്ളിൽ നമുക്ക് വരുമ്പോൾ ആ ഒരു പേടി എപ്പോഴും ഉണ്ടാവും തോന്നുന്നുണ്ട്. അതൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലരും തെറ്റുകളിലേക്ക് പോകുന്നത്. തെറ്റുകളെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും കൊലയും ഇതൊക്കെ കേൾക്കാനുള്ളൂ. ആരെയും ദ്രോഹിക്കാണ്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇത് എന്തെല്ലാം നമുക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്, എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ.